എമ്പുരാൻ്റെ ആദ്യ ദിനം കഴിഞ്ഞപ്പോൾ മിക്സഡ് അഭിപ്രായമാണ് വരുന്നത്. ചില ആളുകൾക്ക് ലൂസിഫറിൻ്റെ അത്ര വരില്ല എന്ന അഭിപ്രായമാണെങ്കിൽ ചില ആളുകൾക്ക് ലൂസിഫറിൻ്റെ മേലെ നിൽക്കുന്ന സിനിമയാണെന്ന അഭിപ്രായമാണ്. പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ കിട്ടിയ ഒരു സിനിമയാണിത്. മലയാളത്തിൽ നിന്ന് ഒരു ഗ്രാൻഡ് മൂവി വരുന്നു. പിന്നെ പ്രൊമോഷൻസ് ചാനലുകളൊക്കെ എമ്പുരാനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതൊക്കെ എമ്പുരാൻ്റെ ഹൈപ്പിന് കാരണമായി. ഹിന്ദി ഓഡിയൻസും മറ്റു സ്റ്റേറ്റ് ഓഡിയൻസ് എല്ലാം സിനിമ കാണുകയും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എമ്പുരാനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടോ? അത് ചിത്രത്തിൻ്റെ കളക്ഷനെ ബാധിക്കുന്നുണ്ടോ? സത്യത്തിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമയിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എന്തായാലും ചില ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ റിവ്യൂസിൽ ഒക്കെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഭൂരിഭാഗവും നെഗറ്റീവ് റിവ്യൂസാണ് ഇട്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് സിനിമയുടെ സ്റ്റോറി ഇഷ്ടപ്പെടാത്തത് കൊണ്ടുള്ളതും ഉണ്ടായേക്കാം. എന്നാലും ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. തെലുങ്കിലുള്ള ചില റിവ്യൂസ് ഞാൻ കണ്ടു നോക്കി. ഒരു കഥയും ഒരു ലോജിക്കില്ലാത്തതുമായ പുഷ്പയ്ക്കും KGF-നും വേണ്ടി കൈയടിച്ചവർ എമ്പുരാന് കൊടുത്തിരിക്കുന്നത് ബിലോ ആവറേജ് ആണ്. പല പൊളിറ്റിക്സും ഉണ്ടാകാം. ചിലപ്പോൾ അവരുടെ ടേസ്റ്റിന് പറ്റാത്ത റിയലിസ്റ്റിക് സീനുകൾ എമ്പുരാനിൽ ഉള്ളതുകൊണ്ടായിരിക്കാം. എനിവേ, സിനിമയായി എടുക്കുക, കാണാൻ താല്പര്യമുള്ളവർ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയേണ്ടവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ മറ്റുള്ളവരോട് ആ പടം കാണരുത് എന്ന് പറയുന്നത് ശരിയായ ഒരു ഏർപ്പാടല്ല. എന്ത് ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടെങ്കിലും എമ്പുരാൻ മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമെന്നത് ഉറപ്പാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.